Hi friends, എല്ലാവർക്കും മാസ്റ്റർപീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയോടും ദോശയോടൊക്കെ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. എന്നാലും സാധാരണ എൻ്റെ ഒരു അവസ്ഥ അത് തന്നെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് പുട്ട്, ദോശ, പത്തിരി. ഈ സംഭവങ്ങൾ പത്തിരിയൊക്കെ അടിപൊളിയാണ്. പക്ഷേ ദോശ പുട്ടൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഡെയിലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെയിലി ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ മടുപ്പായിരിക്കും ഒരേ സാധനം തന്നെ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ദോശ എന്ന് പറയുന്ന ഈ ഒരു വിഭവം ഒരുപാട് തരമുണ്ട്, 10-60 തരം ദോശ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് തക്കാളി ദോശ, അതായത് ടൊമാറ്റോ ദോശ. ഈ ദോശ അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സമയം കാര്യങ്ങളൊന്നും വേണ്ട, ഒരുപാട് സാധനങ്ങളും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി മാസ്റ്റർപീസ് വ്ലോഗ് എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ ദോശയാണ്. അപ്പോൾ ഈ ടൊമാറ്റോ ദോശയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ അളവിൽ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് പത്തിരിപ്പൊടിയാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, പിന്നെ 1/4 കപ്പ് റവ, അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കണം. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വറ്റൽമുളക്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം, അതുപോലെ ചെറിയൊരു ഉള്ളിയുടെ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് പാകത്തിന്, പിന്നെ നല്ല ജീരകം 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമുക്ക് ഇതിക്ക് ആവശ്യമുള്ളൂ. ഒന്നുകൂടി പറയാം, ഇത് വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. 1/4 കപ്പ് പത്തിരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ 2 തക്കാളിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ 4 തക്കാളിയും അതുപോലെ 1/2 കപ്പ് പത്തിരിപ്പൊടിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാണ്ട് അതിനു മുമ്പ് ഈ ഒരു തക്കാളി ഒരു 4 പീസാക്കി കട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇഞ്ചിയുടെ പീസും കൂടി ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഒരു തക്കാളി സോസ് ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മറ്റൊരു പാത്രമാണ്. ഇതുപോലത്തെ കുറച്ച് വലിയൊരു പാത്രം എടുത്താൽ മതി. അതിനുശേഷം ഈ സോസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവണം, നന്നായിട്ട് സ്മൂത്ത് ആവണം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് പത്തിരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിനി 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജാറിലുള്ള ബാക്കിയുള്ള അതും കൂടി ഇങ്ങോട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് തന്നെ അതിൽ ഒഴിച്ചാണ്ട് ഒന്ന് ചുഴറ്റി പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സവാള വളരെ നൈസായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ, നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ മല്ലിച്ചപ്പും കൂടി വളരെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ മിക്സിലേക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുക്കാം. ശേഷം ഈ മല്ലിച്ചപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് നല്ല ജീരകം, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ പാകം വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ ഒരു പാൻ ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാം. അതുപോലെ ഇനി ഗ്യാസ് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഗ്യാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂൺ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ നല്ല ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ അതിൻ്റെ മുകളിൽ 2 ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതാക്കി കൊടുത്തത്. ഇനി നമുക്കൊരു 1-2 മിനിറ്റ്, ഒരു ഏകദേശം 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ ഇടയിലായിട്ട് നന്നായിട്ടൊരു മറ്റൊരു കളറിലേക്ക് മാറി വരും, ഒരു കുറച്ച് ഡാർക്കായി വരും. അപ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ദോശ 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു ക്രിസ്പിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്ന് എടുത്ത് മാറ്റാം, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡിയായി. അപ്പോൾ അതിലേക്ക് ഒരു ചട്നി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടേതായ ഒരു രീതി തന്നെയാണ്. ഇതിലിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് പുതിനയും കൂടി അരിഞ്ഞെടുത്തതാണിത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു 4 അല്ലി കറിവേപ്പിൻ്റെ ഇല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചമ്മന്തിയോ ചട്നിയോ എന്താ നിങ്ങൾക്ക് പേരെന്താ വെച്ചാൽ അത് വിളിക്കാം. അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് പിന്നെ അടിച്ചെടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശ. ഒരു 3 നമ്മളിപ്പോൾ ആകെ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്കൊരു 5 ദോശയോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തി, അതുപോലെ 1-2 കൂട്ടൊക്കെ വേണമല്ലോ, അതുകൊണ്ട് നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്ന ദോശ തന്നെ ആയിരുന്നു, വേറൊരു ദോശയായിരുന്നു. അപ്പോൾ ആ ദോശയ്ക്ക് ഉണ്ടായിരുന്ന മുട്ട റോസ്റ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ചട്നിയൊന്നും ഇല്ലാതെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ചട്നിയുടെ ആവശ്യം തന്നെ ഇല്ല, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇത് ചട്നിയാണോ ചമ്മന്തിയാണെന്ന് അറിയില്ല, ഇതിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെ അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അടിപൊളിയാണ്. ചട്നി കൂടി ആകുമ്പോൾ ഒന്നും കൂടി ഒരു എരിവൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളിയാണ്.
പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് വട്ടൊക്കെ കുറവാണ് തോന്നുന്നു. ഷേപ്പൊക്കെ റെഡിയാണ്, ഇത് മടക്കി വെച്ചതാണ്. അതുപോലെ 3 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നില്ല, ആ പേടിയൊന്നും പേടിക്കേണ്ട. 3 മിനിറ്റ് തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. അതൊന്ന് ഇവിടെ കുറച്ച് ഒരു കരിയല്ല, ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും. ആ ഒരു ചേഞ്ച് വരുമ്പോഴേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കുറച്ചൊരു ക്രിസ്പി ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു ദോശ. നമ്മുടെ വീടുകളിലൊക്കെ ദോശ ഉണ്ടാക്കി കുട്ടികൾക്കും അതുപോലെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു മടുപ്പായിരിക്കും. ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഈ ദോശ തന്നെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആ ഒരു മടുപ്പിൽ നിന്ന് ഒരു ആശ്വാസം നേടാൻ പറ്റിയ ഒരു ദോശയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചട്നി ഉണ്ടാക്കിയിരുന്നു, ചട്നിയും നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ചട്നിയാണ്, ഒരുപാട് കൂട്ടും കാര്യങ്ങളൊന്നുമില്ല. 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചട്നിയാണ്. ചട്നി എന്ന ചമ്മന്തി എന്താ വെച്ചാൽ നിങ്ങൾക്ക് വിളിക്കാം അതിന് പേര്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി അതില്ലെങ്കിലും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഒരു ദോശയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്, ടൊമാറ്റോ ദോശ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പി എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് ഉള്ളത് കറക്റ്റായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റിലെത്തും. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. ഉണ്ടാക്കിയതിന് ശേഷം വീഡിയോ കണ്ടതിന് ശേഷമൊക്കെ കമൻറ്റ് അറിയിക്കുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ മാസ്റ്റർ പീസ് വ്ളോഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.